ലിയോ പാപ്പ എലക്ട് ചെയ്യപ്പെട്ടപ്പോൾ പാപ്പയുടെ ഇലക്ഷനെക്കുറിച്ച് കെനിയയിലൊരു ജസ്റ്റിസ് അഗ്രേ, അദ്ദേഹം ഒരു കാത്തലിക് അല്ല, അദ്ദേഹം എഴുതിയൊരു ആർട്ടിക്കിളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, വത്തിക്കാൻ ഒരു പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ദേ മെയ്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ വേൾഡ്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? ഗാഡ് ഡസ് നോട്ട് ഫോളോ ട്രെൻഡ്സ്, ഹി സെറ്റ്സ് ദം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പോപ്പിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് പുറത്ത് ഒരുപാട് സ്പെക്കുലേഷൻസ് നടന്നു, ഒരുപാട് തിയറീസ് പറഞ്ഞു. ഇന്നയാളാവും, കുറേ പോസിബിൾ കാൻഡിഡേറ്റ്സിനെയൊക്കെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തു, പത്രങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് സംസാരിച്ചു. പക്ഷേ ലോകം എന്താ പറയുന്നതെന്ന് കർദിനാൾമാർ കേട്ടില്ല. അവർ സിസ്റ്റീൻ ചാപ്പൻ്റെ അകത്തേക്ക് കയറി വാതിലടച്ചിരുന്നു. പിന്നീട് അവർ കേട്ടത് ഒരു ശബ്ദം മാത്രമാണ്, അത് ആത്മാവിൻ്റെ ശബ്ദമാണ്. കത്തോലിക്ക സഭയുടെ വിശുദ്ധത്തെക്കുറിച്ച് ജസ്റ്റിസ് അഗ്രേ പറയുന്നത് എങ്ങനെയാണ്? ദർ ഈസ് എ കൈൻഡ് ഓഫ് വിസ്ഡം ദാറ്റ് ഈസ് നോട്ട് ലൗഡ്, ഇറ്റ് ഡസ് നോട്ട് സീക്ക് അറ്റൻഷൻ, ഇറ്റ് ഡസ് നോട്ട് സ്ക്രീം ടു ബി സീൻ. ഇതാണ് കത്തോലിക്ക സഭയുടെ വിസ്ഡം. കത്തോലിക്ക സഭ ഒരു ട്രെൻഡല്ല, അതൊരു സോഷ്യൽ വേവ് അല്ല, അത് സമയത്തോടൊപ്പം നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ നിത്യതയെ കേൾക്കുന്നു. ബ്യൂട്ടിഫുള്ളാണ് ആ സെൻറ്റൻസ്. സമയത്തോടൊപ്പം നടക്കുന്നു, പക്ഷെ നിത്യതയാണ് കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നു, കത്തോലിക്ക സഭ പെർഫെക്റ്റ് ഒന്നുമല്ല, അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സൊക്കെ കുറവില്ലാത്തവരൊന്നുമല്ല, തെറ്റുപറ്റാത്തവരല്ല. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇറ്റ് റിമെയിൻസ് റൂട്ടഡ് ഇൻ സേക്രഡ് ഓർഡർ, സ്ട്രക്ചേർഡ് ഗവേണൻസ് ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. സഭയുടെ വലിയൊരു ഡിപ്പോസിറ്റാണത്. ഇന്ന് സഭ ആഘോഷിക്കുന്നത് സഭയുടെ 2 പില്ലേഴ്സിനെയാണ്, പീറ്റർ ആൻഡ് പോൾ. സഭയുടെ ട്രഡിഷൻ, സഭയുടെ ഡിസിപ്ലിൻ, അതാണ് സഭയുടെ ബ്യൂട്ടി. അത് ആഘോഷിക്കാം.